എന്തേ ജിഹാദ് എന്നറിയോ? ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ബോംബ് വെച്ചിട്ട് 10 പേരെ കൊല്ലലാണോ ജിഹാദ്? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നുണ്ടോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊല്ലലാണ് ജിഹാദ് എന്ന്? എരപ്പാളികൾ, തോന്നിയാസികൾ, വിവരദോഷികൾ എന്തെങ്കിലുമൊക്കെ ചാനലുകളിൽ നിന്ന് പറയും. ഇവനൊക്കെ എന്തെങ്കിലും അറിയോ? പോത്തിനെന്ത് ഏത്തവാഴ, ചാത്തപ്പനെന്ത് മൈസറ, ഇവനൊക്കെ ഇസ്ലാമിന്റെ വല്ല ബാലപാഠം അറിയോ? ഈ ജിഹാദിന്റെ പദം മാറ്റണം, ജിഹാദിന്റെ പദം മാറ്റണമെന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണോ ഖുർആൻ? അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിൽ അന്താക്കിയക്കാരായ ജനങ്ങൾ വന്നിട്ട് അബൗ എന്ന ആയത്തിന്റെ താഴ്ഭാഗത്തുള്ള പുള്ളിയെടുത്ത് മുകളിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും വിശുദ്ധ ഖുർആനിന്റെ ഒരു പുള്ളി പോലും മാറ്റാൻ എനിക്ക് അനുവാദമില്ല, പെർമിഷൻ ഇല്ല, എനിക്ക് കഴിയില്ല എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന്റെ ആയത്ത് മാറ്റാൻ ആരായി പറയുന്നത്? നാഴികയ്ക്ക് 40 വട്ടം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നവർ. ഏതെങ്കിലും ഒരു ഘോഷയാത്ര പോകുമ്പോൾ മുസ്ലിം പള്ളികളെ ടാർപ്പ കൊണ്ട് പോലീസിന് മൂടിക്കെട്ടേണ്ട ഗതികേടുണ്ടാകുന്ന ഒരു സമൂഹം. ആ സമൂഹം പറയാണ് ജിഹാദിന്റെ ആയത്ത് മാറ്റണോന്ന്. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിനക്കൊക്കെ? എന്താ ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ? എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കറിയോ ജിഹാദ് എന്താന്ന് പറഞ്ഞാൽ? വഅള് നടന്നുകൊണ്ടിരിക്കുമ്പോ ഉണർന്നിരുന്ന് വഅള് കേൾക്കൽ ഒരു ജിഹാദാണ്. വഅള് നടന്നുകൊണ്ടിരിക്കുമ്പോ ഉറക്കം വന്നു, ഒന്ന് എഴുന്നേറ്റ് കയ്യും കാലും ഒക്കെ ഒന്ന് നിവർത്തുകയോ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ, ഇച്ചിരി മുഖം കഴുകുകയോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന എന്റെ റബ്ബിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞ് ഉറക്കത്തെ കീഴ്പ്പെടുത്തിയിട്ട് വിജയിക്കുന്നവന്റെ പേരാണ്, അതിന്റെ ആ പ്രക്രിയയുടെ പേരാണ് ജിഹാദ്. സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ മാമരം കോച്ചുന്ന തണുപ്പത്ത് എഴുന്നേക്കാൻ നിന്റെ മനസ്സ് അനുവദിക്കില്ല. ഹയവാനിയത്തും നഫ്സാനിയത്തും ശൈത്വാനിയത്തും എന്ന നിന്റെ ശരീരത്തിൽ അന്തർലീനമായ പൈശാചികതയോടും മൃഗീയതയോടും തോന്നിയാസത്തോടും തന്നിട്ടത്തോടും പോരാടിയിട്ട് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ സടകുടഞ്ഞെഴുന്നേറ്റ് ഐസ് വെള്ളമെടുത്ത് ഒളുവെടുത്ത് നമസ്കരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ പ്രക്രിയയുടെ പേരാണ് ജിഹാദ്. ആ പ്രക്രിയയുടെ പേരാണ് ജിഹാദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മനസാക്ഷിയോടുള്ള ജിഹാദ്. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ നബി തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാരോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പ്രിയപ്പെട്ട സഹാബ, ഒരു യുദ്ധം കഴിഞ്ഞു വന്നു, ഇനി ഒരു വലിയ യുദ്ധം നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരുപാട് പേർ, ഒരുപാട് മണിക്കൂറുകൾ യുദ്ധം ചെയ്ത യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ നബിയെ, ഇത് ചെറിയ യുദ്ധമാണെന്നോ? ഇതിനേക്കാൾ വലിയ യുദ്ധം ഇനി വരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിനോടുള്ള നിങ്ങളുടെ പോരാട്ടമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ്. അത് ജിഹാദാണ്. അക്രമകാരിയായ, താന്തോന്നിയായ, തന്നിട്ടക്കാരനായ, സ്വേച്ഛാധിപതിയായ, ഏകാധിപതിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് താൻ ചെയ്യുന്നത് അനീതിയാണ് എന്ന് തുറന്നു പറയുന്നതിന്റെ പേരാണ് ജിഹാദ്. അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ എവിടെയെങ്കിലും കാശ്മീരിലോ എവിടെയെങ്കിലും കുറച്ച് ബോംബ് വെച്ച് പൊട്ടിച്ചു എന്ന് ആളുകൾ പറയുന്നത് പോലെ എന്തെങ്കിലും ചെയ്യലാണോ ജിഹാദ് എന്ന് പറയുന്നത്? അതൊന്നും ജിഹാദല്ല, അതൊന്നും ജിഹാദല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വമൻ ജാഹദ, ഒരാൾ ജിഹാദ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അവന്റെ പരിശ്രമം ഉണ്ടായാൽ എന്നാണ് അർത്ഥം. ആ പരിശ്രമം, ആ അമൽ, ആ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടിരിക്കും എങ്ങനെയാണ് ജിഹാദ് എന്ന്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുന്ന ഒരു ജിഹാദാണ്. എന്ത് ജിഹാദ്? ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കണമെന്ന എന്റെ മനസ്സിന്റെ ഒരു പരിശ്രമം, എന്റെ ശരീരത്തിന്റെ ആ പരിശ്രമം, ഇതിന്റെ പേരാണ് ജിഹാദ്. അതുകൊണ്ട് ജിഹാദ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ആർക്കും ഒരു അന്യം നിൽക്കുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. ഇത് കേൾക്കുന്ന, പൊതുവായി കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് പറയാണ്, അമുസ്ലിം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നിരീശ്വരവാദ പ്രസ്ഥാനക്കാരോട് എനിക്ക് പറയാനുള്ളത്, ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങും പൊട്ടാൻ പാടില്ല. കാരണം എന്താണ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം നടത്തേ ഉള്ളൂ. പരിശ്രമം. ഒരു കുഞ്ഞുണ്ടാകണമെന്ന ആഗ്രഹം, ആ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നീ ഏർവാടിയിലോ അല്ലെങ്കിൽ ആറ്റാങ്കര പോയി ഏതെങ്കിലും പാറപ്പുറത്ത് കയറി ഇരുന്നിട്ട് ഉരുളി കമത്തിയാൽ നിനക്ക് കുഞ്ഞുണ്ടാവൂല. നീ ജിഹാദ് ചെയ്യണം നിന്റെ ഭാര്യയോട്. പരിശ്രമിക്കണം.
അതാണ് ജിഹാദ്. അതാണ് ജിഹാദ്. ആ ജിഹാദ് നീ ചെയ്യുമ്പോൾ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, അത് നിനക്ക് തന്നെയാണ് അതിന്റെ തിക്തഫലം കിട്ടുക. ഏതൊരു പരിശ്രമം മൻജദ്ദ വജദ, നീ പരിശ്രമിക്കുമോ അത് നിനക്ക് കിട്ടിയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് പേടി അങ്ങ് പോകണം. പണ്ടൊരിക്കൽ ഒരു കഥയാണ് കേട്ടോ, ബുഖാരിയിലുണ്ടോ സിഹാവുസത്തിലുണ്ടോ എന്ന് ചോദിച്ചോളയല്ലേ. ഒരു മാന്ത്രികന്റെ അടുക്കൽ വന്നിട്ട് എലി പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാണ്. എലിക്ക് പേടിയാണല്ലോ, സാധാരണ പറയുമല്ലോ നീ പുലിക്കുട്ടിയൊന്നുമല്ല എലിക്കുട്ടിയാണെന്ന്. എലിക്ക് വല്ലാത്ത പേടി. മാന്ത്രികന്റെ അടുത്ത് വന്നിട്ട് എലി പറഞ്ഞു പത്രേ, എനിക്ക് ഒരു പൂച്ചയാകണം, എന്റെ കോലം മാറി ഒരു പൂച്ചയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മാന്ത്രികന്റെ വടിയും മാന്ത്രിക തൊപ്പിയും ഉപയോഗിച്ച് ആ എലിയെ ഒരു പൂച്ചയാക്കി കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞ് പൂച്ച വീണ്ടും മാന്ത്രികനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, പറ്റൂല, എനിക്ക് നായയെ പേടിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് നായയുടെ കോലം വേണം, നായയുടെ കോലം വേണം. മാന്ത്രിക വടിയും മാന്ത്രിക തൊപ്പിയും ഉപയോഗിച്ചിട്ട് മാന്ത്രികൻ ആ പൂച്ചയെ നായയാക്കി മാറ്റി. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ നായ ഓടി വന്നു. നായ ഓടി വന്നിട്ട് മാന്ത്രികനോട് പറഞ്ഞു, ഇനി എനിക്ക് പുലിയാകണം, കാരണം പുലി എനിക്ക് വല്ലാതെ പേടി വരികയാണ്, എനിക്ക് പുലിയാകണം, എനിക്ക് പുലിയാകണം. ആ സമയത്ത് മാന്ത്രികൻ ആ എലിയോട് പറഞ്ഞ, അല്ലെങ്കിൽ ആ നായയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എലിയെന്ന നീ പൂച്ചയായി, പൂച്ചയെന്ന നീ നായയായി, നായ എന്ന നീ പുലിയാകാൻ വന്നിരിക്കാൻ, പക്ഷേ നിന്റെ ശരീരത്തിന് മാത്രമേ ഇതുവരെ രൂപം മാറിയിട്ടുള്ളൂ, മനസ്സിൽ ഇപ്പോഴും നീ ഒരു എലിയാ. അതാ പ്രശ്നം. മനസ്സിന് ഇപ്പോഴും നീ ഒരു എലിയാണ്. അതാണ് ആദ്യം മാറേണ്ടത്. നിന്റെ പുറമേ മാറിയിട്ട് കാര്യമില്ല. നീ എലിയായിരുന്നപ്പോ പൂച്ചയെ പേടി, പൂച്ചയായപ്പോ നായയെ പേടി, നായയായപ്പോ പുലിയെ പേടി. മറിച്ച് നീ എലിയായി തന്നെ നിൽക്ക്. എന്നിട്ട് മനസ്സ് പുലിയായെങ്കിൽ നിനക്ക് പേടിക്കേണ്ടി വരില്ലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ന്യൂനപക്ഷമാകട്ടെ, നമ്മൾ എന്തോ ആകട്ടെ, മനസ്സിൽ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയക്കില്ലെങ്കിൽ ന്യൂനപക്ഷമാകുന്ന ബദരീങ്ങൾ വിജയിച്ചതുപോലെ നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മുടെ ഒരു സ്വത്തിനെയും അള്ളാഹുവിന്റെ സ്വത്തായാലും വഖഫായാലും ഒന്നായാലും ആരും അതിൽ കൈകടത്തൂല. നമുക്ക് ഈമാൻ എന്ന് പറയുന്ന ആ ഉള്ളിലുള്ള നിർഭയത്വം, കരുത്ത് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, അല്ലാതെ പേടിത്തൊണ്ടന്മാരായി മാറിക്കൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂരിപക്ഷമായിട്ടും കാര്യമില്ല. ആര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൽ ഈമാനില്ലെങ്കിൽ ആ ഭയം നമ്മളെ വല്ലാതെ വേട്ടയാടും. അതുകൊണ്ട് വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, ഒരു മനുഷ്യൻ ധർമ്മസമരം ചെയ്യുമ്പോൾ, അവന് പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിന്റെ ഫലം അവന് തന്നെയാ, അവനാണതിന്റെ ഫലം കിട്ടുക. സഹോദരങ്ങളെ, ആറാമതായിട്ട് അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സൂറത്തുൻ നംലിൽ കാണാ, ഫമനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി. അല്ലാഹ് പറയുകയാണ്, ആരാണോ സന്മാർഗം സിദ്ധിക്കുന്നത്, ആ സന്മാർഗം സിദ്ധിച്ചതിലൂടെ അല്ലാഹ് പറയുന്നു, ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി, ആ ഹിദായത്ത് കൊണ്ട് അവന് തന്നെയാണ് നേട്ടം. ഹിദായത്ത് കൊണ്ട് അള്ളാഹ്ക്ക് തന്നെയാ, അള്ളാഹ്ക്കല്ല, അവനവന് തന്നെയാണ് നേട്ടം. അള്ളാഹുവിന് നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് എന്ത് നേട്ടം? ഒന്നുമില്ല. കാരണം എന്താ? ഇത് മുസ്ലിം പോപ്പുലേഷനെ കാണിച്ചിട്ട് ഇവിടെ ആളുകൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഇലക്ഷനൊന്നും നിൽക്കുന്നില്ല. ഇവിടെ മിസ് കോൾ അടിപ്പിച്ച് മതത്തിൽ ആളെ കൂട്ടേണ്ട കാര്യമില്ല. കോളനി വെച്ച് കൊടുത്ത്, ബൈക്ക് കൊടുത്ത്, ഓട്ടോറിക്ഷ കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിദായത്ത് അല്ലാഹ് തന്നാൽ അതിന്റെ ഭാഗം അവന് തന്നെയാണ്, വേറെ ആർക്കുമല്ല. അള്ളാഹുവിന്
ഒരു മനുഷ്യൻ നേർമാർഗം കാണിച്ചു കൊടുത്തിട്ട് ആ അള്ളാഹുവിന്റെ നേർമാർഗം കരഗതമാക്കുന്ന ഒരാൾക്ക് അവന് തന്നെയാണ് ഹിദായത്തിന്റെ എല്ലാ നേട്ടങ്ങളും കിട്ടുക. അല്ലാതെ ഒരിക്കലും ആർക്കും അതുകൊണ്ട് വേറെ നേട്ടങ്ങളില്ല. ഹിദായത്ത് അവന് തന്നെയാണ് ഗുണപ്പെടുക, ഹിദായത്ത് അവന് തന്നെയാണ് നേട്ടം കൊടുക്കുക, ഹിദായത്ത് കൊണ്ട് അവന് തന്നെയാണ് ഫലം കിട്ടുക. തീരുന്നില്ല സഹോദരങ്ങളെ, ചുരുക്കി പറയട്ടെ, ഏഴാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി. ഒരാള് ലുബ്ബ് കാണിച്ചാൽ യാതൊരു നിലയിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കില്ല, ആർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കില്ല, ഒരാൾക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല. അവന്റെ ജീവിതത്തിൽ അവന് സമ്പാദിച്ചത് മുഴുവനും അവൻ ആസ്വദിക്കുമ്പോഴും പാവപ്പെട്ടവനെ അവന് പരിഗണിക്കില്ല, ഒരാൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വക കൊടുക്കില്ല. ലുബ്ബാണ് അവന്റെ ജീവിതത്തില്, അവൻ ലുബ്ബനാണ്, അവന് ബഖീലാണ്. ആ ബഖീലായ മനുഷ്യനെ പറ്റി അല്ലാഹ് പറയുന്നു, വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി. ആ ലുബ്ബ് അവന് തന്നെയാണ് അതിന്റെ തിക്തഫലം കിട്ടുക, അവന് തന്നെയാണ് അതിന്റെ കോട്ടം കിട്ടുക. ഈ ലുബ്ബ് കൊണ്ട് അവന് അല്ലാഹുവിനെ യാതൊരു പോറലും ഏൽപ്പിക്കുന്നില്ല, അവന് തന്നെയാണ് അതിന്റെ കോട്ട നേട്ടങ്ങള്, അവന് തന്നെയാണ് ചാട്ടവാട്ടങ്ങള്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാനുള്ള മനസ്സ് കാണിക്കുക. എട്ടാമതായിട്ട് അല്ലാഹ് പറയുന്നു, 9 പ്രമേയങ്ങളാണ് അല്ലാഹ് പറഞ്ഞത്. അതിൽ എട്ടാമതായിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ഫമൻ കസഫ ഇന്നമാ യൻഖുസു അലാ നഫ്സിഹി. ഏതെങ്കിലും ഒരു കരാർ അവന് ചെയ്താൽ, ആ കരാർ അവൻ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന്റെ തിക്തഫലം അവന് തന്നെയാണ്. ഒരാൾ കരാർ ലംഘിച്ചാൽ ആ കരാർ ലംഘനത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത് അവൻ തന്നെയാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ നമ്മളൊരു കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ കൃത്യസമയത്ത് സമയം പാലിച്ചില്ലേ, അത് കരാർ ലംഘനമാണ്. ആ കരാർ ലംഘനത്തിനെ പറ്റി അല്ലാഹ് പറഞ്ഞത്, ഫഇന്നമാ യൻഖുസു അലാ നഫ്സിഹി. അത് അവന് തന്നെയാണ് അതിന്റെ തിക്തഫലം. നമ്മൾ ഏറ്റ കാര്യം നമ്മൾ പൂർത്തീകരിക്കാതിരുന്നാൽ ആ കരാർ ലംഘനം, അതിന്റെ ശിക്ഷ നമുക്കാണ് അല്ലാഹു തരിക, അതിന്റെ ശിക്ഷ നമുക്കാണ് അല്ലാഹു തരിക. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു കാര്യം കരാർ നമ്മൾ ഏറ്റെടുത്തെന്നിരിക്കട്ടെ, മനുഷ്യനാണ് അല്ലാഹുവിനോട് ഒരു കരാർ ഏറ്റെടുത്തത്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ, അവന്റെ അടിമയാകുന്ന മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് കരാർ ഏറ്റെടുത്തു. ആ കരാർ ഏറ്റെടുത്ത് അവനെ അനുസരിച്ചോളാം, അവൻ അംഗീകരിച്ചോളാം, റബ്ബായിട്ട് അവനെ അംഗീകരിച്ചോളാം എന്ന് ഒരു കരാർ ഒരു മനുഷ്യൻ ഏറ്റെടുത്ത് ഈ ഭൂമിയിലേക്ക് പറന്നു വീണു. എന്നിട്ട് അല്ലാഹ് അല്ലാത്തവനെ തേടി പോകുമ്പോ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവന്റെ ജീവിതത്തിന്റെ സമയം മാറ്റിവെക്കുമ്പോ, അവൻ അല്ലാഹുവിനോടുള്ള കരാർ അവൻ ഉടച്ചിരിക്കുകയാണ്. അല്ലാഹുവിനോടുള്ള കരാർ അവൻ ഉടച്ചിരിക്കുകയാണ്. എന്ത് കരാറാണ് നമ്മൾ ഏറ്റെടുത്തത് പടച്ചവനിൽ നിന്ന്? അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ ആ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ തന്നെ ജിബ്രീൽ എന്ന മാലാഖ ആദം നബിയുടെ മുതുകത്ത് തടകുകയും ലോകത്തു വന്നതും വരാനിരിക്കുന്നതുമായ സകല മനുഷ്യന്റെയും റൂഹുകൾ അല്ലാഹു ആദം നബിയുടെ മുതുകിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയെന്നാണ്. ആ റൂഹെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ അല്ലാഹു ആലമുൽ അർവാഹിൽ വെച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ, സർവ്വ റൂഹുകളും, ലോകത്തുള്ള എല്ലാ നിരീശ്വരവാദികളുടെ റൂഹും, എല്ലാ യുക്തിവാദികളുടെ റൂഹും, എല്ലാ അവിശ്വാസികളുടെ റൂഹും അന്ന് സർവശക്തനായ പടച്ചവന്റെ മുന്നിൽ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞു, ബലാ, പടച്ചവനെ സമ്മതിച്ചു, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, നീ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ എന്ന് നമ്മൾ ഓരോരുത്തരും കരാറ് കൊടുത്തിട്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് വന്നത്. ഉമ്മയുടെ ഉദരത്തിലേക്ക് വന്നു, അവിടെ നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ വന്നു. ഈ കരാർ എത്ര പേര് പാലിക്കുന്നുണ്ട്? നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് ആലമുൽ അർവാഹ് എന്ന ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ കരാറ് എത്ര പേര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പാലിക്കുന്നുണ്ട്? നമ്മൾ കരാർ ഉടച്ചവരല്ലേ? നമ്മൾ കരാറ് പാലിക്കാത്തവരല്ലേ?
അതുകൊണ്ട് ആ കരാർ പാലനമെന്ന് പറയുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നമ്മൾ നിർവഹിച്ചാൽ അതിന്റെ ഗുണം നമുക്കാണ്. അതല്ല ആരാണോ കരാറിനെ ഉടച്ചത്, ആരാണോ കരാറ് പൊട്ടിച്ചു കളഞ്ഞത്, അതിന്റെ തിക്തഫലം അവന് തന്നെയാണ്. സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹ് പറയുന്നു. ഏറ്റവും ഒടുവില് 9ാമത്തെ പ്രമേയം അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? 9ാമതായിട്ട് അല്ലാഹു പറയുകയാണ്, വമൻ യക്സിബ് ഇസ്മൻ ഫഇന്നമാ യക്സിബുഹു അലാ നഫ്സിഹി. സൂറത്തുൻ നിസാഇൽ അല്ലാഹ് പറയുകയാണ്, വമൻ യക്സിബ് ഇന്നമാ ومن يكسب إثما فإنما يكسبه على نفسه. ആരാണോ തെറ്റ് ചെയ്യുന്നത്, ആരാണോ പാപം ചെയ്യുന്നത്, ആ പാപിയായ മനുഷ്യൻ ചെയ്യുന്ന പാപം, ആ പാപത്തിന്റെ തിക്തഫലം അവൻ തന്നെയാണ് നേരിടേണ്ടി വരിക, അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക, അവൻ തന്നെയാണ് അതിന്റെ തിക്തഫലം നേരിടേണ്ടി വരികയെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നമ്മളാരും ചിന്തിക്കുന്നത് പോലെയല്ല. പലരും കരുതുന്നത് നമ്മൾ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, വലിയ പാപങ്ങളായ വലിയ പാപങ്ങളായ പലിശ നമ്മൾ ചെയ്യുന്നില്ലല്ലോ, വ്യഭിചാരം നമ്മൾ ചെയ്യുന്നില്ലല്ലോ, കള്ള് നമ്മൾ കുടിക്കുന്നില്ലല്ലോ, വലിയ വലിയ പാപങ്ങളൊന്നും ശിർക്ക് നമ്മൾ ചെയ്യുന്നില്ല. ഇതൊന്നും നമ്മൾ ചെയ്യാത്ത നമ്മൾ പിന്നെങ്ങനെയാണ് പാപങ്ങൾ ചെയ്യുന്നവരാവുക? സഹോദരങ്ങളെ, അറിയാതെ നമ്മൾ ചെയ്തു പോകുന്ന പാപമേതെന്നറിയോ? ചെറിയ ചെറിയ പാപങ്ങളാണ്. ഇയ്യാകും വമുഹഖിറാത്തിദ്ദുനൂബ്. നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിസാരമായി നിങ്ങൾ കാണുന്ന ചെറുപാപങ്ങളെയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. വിജനമായ മരുഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ സഹാബത്തിനെയും കൊണ്ട് പോകുമ്പോൾ ഒരു ഒന്നുമില്ലാത്ത ഭൂമിയിലും മരുഭൂമിയിൽ ഒരു വസ്തുവുമില്ലാത്ത സ്ഥലത്തെത്തുമ്പോ റസൂലുള്ള സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ഇല്ല റസൂലേ. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഈ മരുഭൂമിയിൽ കാണുന്നുണ്ടോ? ഇല്ല ഹബീബേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ പോകണം, എന്നിട്ട് കയ്യിൽ കിട്ടുന്നതൊക്കെ കൊണ്ടുവരണം. സഹാബാക്കളെ 4 ഭാഗത്തേക്ക് ഓടി. ചിലരുടെ കയ്യിൽ ചില ഉണങ്ങിയ കാട്ടങ്ങൾ കിട്ടി, ഒട്ടകത്തിന്റെയോ കുതിരകളുടെതോ, അത് കൊണ്ടുവന്ന് കൂട്ടിവെച്ചു. ചിലരുടെ കൈകളിൽ ചെറിയ കമ്പ് കഷ്ണങ്ങൾ, ചെറിയ വിറക് കഷ്ണങ്ങൾ കിട്ടി, അത് കൊണ്ടുവന്ന് അവിടെ വെച്ചു. അങ്ങനെ കയ്യിൽ കിട്ടിയ കല്ലുകളും എന്തൊക്കെയോ ചെറിയ ചെറിയ വസ്തുക്കൾ കൊണ്ടുവന്ന് അവിടെ കൂട്ടി കൂമ്പാരമായി. അല്ലാഹുവിന്റെ ഹബീബ് അതിലേക്ക് ചൂണ്ടിയിട്ട് സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബാ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. വിജനമായ മരുഭൂമിയില് ഒന്നുമില്ലാത്ത ഈ മണ്ണില് ഞങ്ങളെ കൊണ്ടുവന്ന ചെറിയ ചെറിയ വസ്തുക്കൾ കൊണ്ടൊരു കൂമ്പാരം വന്നു, ഇത്രേ ഞങ്ങൾക്കറിയോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ കൂടുക, ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ കൂടുന്നത്. ആലോചിച്ചു നോക്ക്, ഒരു മനുഷ്യൻ അറിയാതെ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അതിങ്ങനെ കുന്നുകൂടി 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 പെരുകി 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 ഹത്താ യുഹ്ലികിന, അവനെ നശിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലെ വലിയ വലിയ തോട്ടങ്ങൾ, നമ്മുടെ തോട്ടങ്ങൾ, കൃഷിപ്പാടങ്ങൾ, ഇത് നശിപ്പിക്കാൻ ആന ഇറങ്ങണമെന്നില്ല, വലിയ വലിയ മൃഗങ്ങൾ ഇറങ്ങി വരണമെന്നില്ല. ചെറിയ ചെറിയ കുറുനരികൾ മതി വീട്ടിലെ അല്ലെങ്കിൽ തോട്ടത്തിലെ നമ്മുടെ കർഷകന്റെ കൃഷി മുഴുവനും നശിപ്പിച്ചു കളയാൻ. വീട് നശിപ്പിക്കാൻ വലിയ വലിയ ഏതെങ്കിലും ജീവികൾ വേണമെന്നില്ല, ചെറിയ ചെറിയ ചിതലുകൾ മതി വീടുകൾ നശിച്ചു പോകാൻ. നമ്മുടെ ഈമാൻ എന്ന് പറയുന്ന മഹത്തായ നിഅമത്ത്, അല്ലാഹു തആല തന്ന ഹിദായത്ത് എന്ന പരിശുദ്ധമായ ആ അനുഗ്രഹം, അത് നശിപ്പിക്കാൻ
ചെറിയ പാപങ്ങൾ മതി സഹോദരങ്ങളെ. ചെറിയ ചെറിയ പാപങ്ങളിലൂടെ നമ്മുടെ ഈമാനും നമ്മുടെ ഹിദായത്തും നശിച്ചു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, ഞാൻ പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയായാലും തിന്മയായാലും അവൻ എന്ത് ചെയ്യുന്നുവോ അതിന്റെ ഒക്കെ പ്രതിഫലമായാലും ശിക്ഷയായാലും അതൊക്കെ അവന് തന്നെയാണ്. അതുകൊണ്ട് ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാഹ് വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നന്മ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾ നാളെ കണ്ടുമുട്ടും. തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ നാളെ കണ്ടുമുട്ടും. നമുക്ക് നാളെ നന്മയുടെ വക്താക്കളായി, നന്മയുടെ ആസ്വാദകരായി, നന്മയുടെ ഉപഭോക്താക്കളായി, നന്മ അത് കാരണമായി നാളെ പരലോകത്തെ രക്ഷപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.